ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 2025 നടന്ന സെറ്റ് കെമിസ്ട്രി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. The technique used to analyze the chemical composition of a surface. ഒരു സർഫസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി സർഫസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സർഫസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ SEM, 2 എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി XPS, 3 സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ SGM, ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി AFM അല്ലെങ്കിൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന 4 ടെക്നിക്സിൻ്റെയും കുറച്ച് പൊതുവായിട്ടുള്ള സവിശേഷതകളൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ആൻസറിലോട്ട് പോവാം. ആദ്യം നമുക്ക് SEM അല്ലെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കേസ് ഒന്ന് നോക്കാം. A scanning electron microscope is an instrument for observing and analyzing the surface microstructure of a bulk sample using a finely focused beam of energetic electrons. അപ്പോൾ നോക്കിക്കേ, എന്താണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ഒബ്സർവിംഗ് ആൻഡ് അനലൈസിങ് ദ സർഫസ് മൈക്രോസ്ട്രക്ചർ ഓഫ് എ ബൾക്ക് സാമ്പിൾ. ഒരു ബൾക്ക് സാമ്പിളിൻ്റെ സർഫസ് മൈക്രോസ്ട്രക്ചേഴ്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് SEM, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ബീം ഓഫ് ഹൈലി ഫോക്കസ്ഡ് ഇലക്ട്രോണുകളെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു SEM എന്ന് പറയുന്ന ടെക്നോളജി വഴി ഈ ഒരു സർഫസ് മൈക്രോസ്ട്രക്ചേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് യൂഷ്വലി കേട്ടോ. അപ്പോൾ സർഫസ് മൈക്രോസ്ട്രക്ചേഴ്സ് ഓഫ് എ ബൾക്ക് സാമ്പിൾ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SEM എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ SEM പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു, അപ്പോൾ SEM വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ പറ്റും ഈ SEM ടെക്നോളജി യൂസ് ചെയ്തിട്ട്? നോക്കിക്കേ, ഒന്ന് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിൻ്റെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. മോർഫോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അവരുടെ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ അവരുടെ കോമ്പോസിഷണൽ ഡിഫറൻസസ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്രിസ്റ്റൽ ഓറിയൻറ്റേഷൻ, എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഡിഫക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം SEM ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും കേട്ടോ. ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ ഫേസ് ഡിസ്ട്രിബ്യൂഷന്, അതുപോലെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത്, ക്രിസ്റ്റൽ ഓറിയൻറ്റേഷൻ, അതുപോലെ കോമ്പോസിഷണൽ ഡിഫറൻസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഇങ്ങനെ പലതരത്തിലുള്ള വൈഡ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് SEM വഴി സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. അടുത്തത് രണ്ടാമത്തെ ടെക്നിക്കാണ് XPS അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. നോക്കിക്കേ, in XPS a molecule or atom is bombarded with a source of high energy X-rays which causes the emission of an inner shell electron from the sample atom. അപ്പോൾ ഈ XPS അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ഇവിടെ നമ്മളൊരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ നമ്മൾ ബോംബാർഡ് ചെയ്യിക്കുകയാണ്. എന്തിനെ യൂസ് ചെയ്തിട്ട്? എക്സ്റേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവരെ ബോംബാർഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോംബാർഡ് ചെയ്യിക്കുന്ന സമയത്ത് ഇറ്റ് കോസസ് ദ എമിഷൻ ഓഫ് ആൻ ഇന്നർ ഷെൽ ഇലക്ട്രോൺ ഫ്രം ദി സാമ്പിൾ ആറ്റം. ഈ ആറ്റത്തിൻ്റെ ഇന്നർ ഷെൽസിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, എന്താ പറഞ്ഞത്? നമ്മൾ ഒരു സാമ്പിളിനകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ നമ്മൾ എക്സ്റേസ് യൂസ് ചെയ്തിട്ട് ബോംബാർഡ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്റേസ് യൂസ് ചെയ്തിട്ട് ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇന്നർ ഷെൽസിലുള്ള ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യിക്കും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ എലമെൻ്റൽ കോമ്പോസിഷൻ ഓഫ് ദി സർഫസ്. അപ്പോൾ ഈ ഇന്നർ ഷെല്ലിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് സർഫസിൻ്റെ എലമെൻ്റൽ കോമ്പോസിഷൻ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എംപിരിക്കൽ ഫോർമുല നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. കെമിക്കൽ സ്റ്റേറ്റ്, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റേറ്റ്, ബൈൻഡിങ് എനർജി ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത്? എലമെൻ്റൽ കോമ്പോസിഷൻ ഓഫ് എ സർഫസ്. ഒരു സർഫസിൻ്റെ എലമെൻ്റൽ കോമ്പോസിഷൻ നമുക്ക്, സാമ്പിൾ സർഫസിൻ്റെ എലമെൻ്റൽ കോമ്പോസിഷൻ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതല്ലായിരുന്നു നമുക്ക് ചോദിച്ചിരുന്നതും കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ സർഫസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യാനാണ്. നമുക്ക് സർഫസ് സ്റ്റഡീസ് SEM ഉപയോഗിച്ചും പറ്റുന്നുണ്ട്, പക്ഷേ
നമ്മളൊരു എന്താ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ സർഫസ് എന്ന് പറയുമ്പോൾ സർഫസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് ചോദിച്ചാൽ XPS ആണ്, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയാണ് കേട്ടോ. അപ്പം ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. XPS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എലമെന്റൽ കോമ്പോസിഷൻ ഓഫ് എ സർഫസ്, അതുപോലെ എംപിരിക്കൽ ഫോർമുല, കെമിക്കൽ സ്റ്റേറ്റ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ്, ബൈൻഡിങ് എനർജി ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് ഓപ്ഷനിൽ ബാക്കി 2 ടെക്നിക്സിൻ്റെയും കൂടെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. കാരണം ഇൻസ്ട്രുമെന്റൽ പാർട്ടിൽ നിന്ന് ഇപ്പോൾ എക്സാംസിനെല്ലാം ഒരുവിധം ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പ്രാവശ്യത്തെ ചോദ്യം നോക്കി അതിൻ്റെ ഉത്തരം കണ്ട് പഠിച്ചു പോകുന്നതിന് പകരം എല്ലാ ഓപ്ഷൻസിൻ്റെയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകുന്നത് ഇനി എക്സാം എഴുതുന്നതിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നോക്കി വെച്ചേക്കാം. Scanning tunneling microscope. The basic principle used in scanning tunneling microscope is the tunneling of electron between the sharp metallic tip of the probe and the surface of a sample. അപ്പോൾ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ STMന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ടണലിംഗ് ഓഫ് ആൻ ഇലക്ട്രോൺ ബിറ്റ്വീൻ ദ ഷാർപ്പ് മെറ്റാലിക് ടിപ്പ് ഓഫ് ദി പ്രോബ് ആൻഡ് സർഫസ് ഓഫ് ദി സാമ്പിൾ. സാമ്പിളിൻ്റെ സർഫസും അതുപോലെ തന്നെ നമ്മുടെ പ്രോബിൻ്റെ മെറ്റാലിക് ടിപ്പിൻ്റെ ഇടയിലൂടെ ഒരു ഇലക്ട്രോണിനെ ടണൽ ചെയ്ത് വിറ്റ് ആ ഒരു സർഫസ് സ്റ്റഡീസ് നടത്തുന്ന ടെക്നിക്കാണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രോൺസിനെ ടണൽ ചെയ്തിട്ടാണ് അവിടെ സ്റ്റഡീസ് യൂഷ്വലി നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ 3-dimensional പ്രൊഫൈൽ ഓഫ് ദി സർഫസ് വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ക്യാരക്ടറൈസിംഗ് ദി surface roughness, observing the surface defects and determining the size and conformation of the molecules and aggregates on the surface. അപ്പം മെയിൻലി നമുക്ക് ഈ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർഫസിൻ്റെ ഒരു 3-dimensional വ്യൂ നമുക്ക് ഈ പറയുന്ന സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സർഫസിൻ്റെ 3-dimensionally ഉള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അതുവഴി നമുക്കിപ്പോൾ ക്രിസ്റ്റലിന് എന്തെങ്കിലും ഡിഫക്ട്സ്, സാമ്പിളിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സർഫസ് റഫ്നെസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കൺഫോർമേഷൻ എങ്ങനെയാണ്, അവരുടെ സൈസ് ഏത് രീതിയിലാണ്, അവരെങ്ങനെയാണ് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന 3-dimensional സ്ട്രക്ചർ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേന് ഉള്ള മേജർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് AFM അല്ലെങ്കിൽ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. എന്താണത്? AFM ഈസ് എ കൈൻഡ് ഓഫ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് a 3D topographical image of the sample surface on the nanoscale can be achieved based on the interactions between the tip and sample surface. നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ STMൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൽ എന്താ ചെയ്യുന്നത്? ഒരു 3-dimensional ടോപ്പോഗ്രഫിക്കൽ ഇമേജ് ഓഫ് എ സാമ്പിൾ ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ആ സാമ്പിളിൻ്റെ ഒരു ടോപ്പോഗ്രഫിക്കലി ഉള്ള ഒരു 3-dimensional വ്യൂ നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യും. എങ്ങനെയാണ്? ഡ്യൂ ടു ദി ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ആൻഡ് സാമ്പിൾ സർഫസ്. സാമ്പിൾ സർഫസും അതുപോലെ മറ്റെടുത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രോബിൻ്റെ ടിപ്പും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വഴിയാണ് നമുക്കിവിടെ ഒരു 3-dimensional വ്യൂ നമുക്ക് കിട്ടുന്നത്. ആ 3-dimensional വ്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് സാമ്പിളിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും സ്റ്റഡി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ചാപ്റ്റേഴ്സ് എടുത്ത സമയത്ത്, ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നമുക്കൊരു എക്സാം ഒരു എക്സ്പ്ലനേഷൻ സെക്ഷനിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട മേജർ പോയിന്റ്സ് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മേജർ ആപ്ലിക്കേഷൻ സൈഡ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ദ ടെക്നിക് യൂസ്ഡ് ടു അനലൈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ സർഫസ്. സർഫസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയാണ് കേട്ടോ. നമ്മുടെ SM യൂസ് ചെയ്യാറുണ്ട് കെമിക്കൽ കോമ്പോസിഷൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മോർ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിയാണ് കേട്ടോ, XPS. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ന്യൂക്ലിയർ ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റ് സോ ദാറ്റ് ദ NMR എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി പെർഫോംഡ്. അപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് NMR എക്സ്പെരിമെൻറ്റ്സ് യൂഷ്വലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഐയുടെ വാല്യൂ >1 അല്ലെങ്കിൽ 0 അല്ലാത്ത വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് NMR ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ NMR ആക്റ്റീവ് റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമുക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ന്യൂക്ലിയർ ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് so that as NMR experiment can be performed. അപ്പോൾ NMR എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏത് ന്യൂക്ലിയസിനാണ് ഇവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഉള്ള ന്യൂക്ലിയർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ആരൊക്കെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് തരുന്നത്, അവരുടെ കുറച്ച് പ്രത്യേക ഫീച്ചേഴ്സ്, സവിശേഷതകൾ, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, only those molecules that exhibit NMR phenomenon which have spin quantum number I
ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒരു മോളിക്യൂൾ NMR ആക്റ്റീവ് ആകണം, അല്ലെങ്കിൽ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ആക്റ്റീവായിട്ട് ഒരു മോളിക്യൂളിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണ്? അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. 0-നേക്കാൾ വലിയൊരു സംഖ്യ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവരെ NMR ആക്റ്റീവായിട്ട് യൂഷ്വലി കരുതാനായിട്ട് പറ്റുള്ളൂ. ദ സ്പിൻ ക്വാണ്ടം നമ്പർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ ഓഫ് ദി ന്യൂക്ലിയർ. അപ്പോൾ അവരുടെ ഈ പറയുന്ന ഐയുടെ വാല്യൂ, ഈ പറയുന്ന ക്വാണ്ടം നമ്പർ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? അവരുടെ അറ്റോമിക് നമ്പറിനെയും മാസ് നമ്പറിനെ. അപ്പോൾ നമുക്കൊരു അറ്റോമിക് നമ്പറും മാസ് നമ്പറും, നമുക്ക് തന്നിട്ടുള്ള മോളിക്യൂളിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഐയുടെ വാല്യൂ എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ കുറച്ച് റൂൾസ് ഞാൻ പറയുന്നുണ്ട്. ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ഐയുടെ വാല്യൂ, ക്വാണ്ടം നമ്പർ ഐയുടെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. നോക്കിക്കേ, ഇഫ് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ ബോത്ത് ഈവൻ ആൻഡ് ദ ന്യൂക്ലിയസ് ഹാസ് then the nucleus has no spin, that is the mass number and the atomic number are even. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോളിക്യൂളിൽ ഒന്നുകിൽ നമുക്ക് പറയാം അവരുടെ ന്യൂട്രോൺസും അതുപോലെ പ്രോട്ടോൺസും ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം അവരുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്പിൻ ക്വാണ്ടം നമ്പർ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ കാർബണിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 6, ഓക്സിജൻ്റെ കേസിൽ 8. അപ്പോൾ ഇവരുടെയൊക്കെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അറ്റോമിക് നമ്പർ 6, 8 എല്ലാം എന്ത് തന്നെയാണ്? ഈവൻ നമ്പേഴ്സാണ്. ഓക്കെ, അതുപോലെ ഇവരുടെ മാസ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈവൻ നമ്പേഴ്സായിട്ട് വരുന്ന ആളുകളുടെ കേസിൽ അവരുടെ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. അപ്പം ഓക്സിജൻ 8 അല്ലെങ്കിൽ ഓക്സിജൻ 16 എന്ന് തന്നു കഴിഞ്ഞാൽ അവരുടെ സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി പറയാം, രണ്ടും ഈവൻ നമ്പേഴ്സ് ആണല്ലോ, അപ്പോൾ രണ്ടും ഈവൻ നമ്പേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് 0 വരുള്ളൂ. സോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്സിജൻ്റെ കേസിൽ അവരുടെ സ്പിൻ ക്വാണ്ടം നമ്പർ ഐയുടെ വാല്യൂ 0 ആണെന്ന്, കേട്ടോ. അതുപോലെ തന്നെ സൾഫറിൻ്റെ കേസിൽ അവരുടെ അറ്റോമിക് നമ്പർ ഈവൻ ആണ്, അതുപോലെ അവരുടെ മാസ് നമ്പറും ഈവൻ ആണ്. അപ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്പിന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരുന്നത്. ഇനി if the number of neutrons plus number of protons odd, then the nucleus have a half integer spin. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മാസ് നമ്പർ ഓഡ് വരുന്നു, എന്നാൽ അറ്റോമിക് നമ്പർ ഓഡ് ഓർ ഈവൻ എന്തുമായിക്കോട്ടെ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ യൂഷ്വലി അവരുടെ സ്പിന്ന് വരുന്നത് ഹാഫ് ആയിരിക്കും, കേട്ടോ. എന്താ പറഞ്ഞത്? മാസ് നമ്പർ ഓടും, അറ്റോമിക് നമ്പർ ഒന്നുകിൽ ഓട് അല്ലെങ്കിൽ ഈവൻ വരാം. അങ്ങനെ വരുന്ന കേസിൽ ഒരാൾ ഒന്നുകിൽ 2 പേര് മാസ് നമ്പർ അറ്റോമിക് നമ്പർ ഓട് വരുന്ന കേസിൽ, അല്ലെങ്കിൽ മാസ് നമ്പർ ഓടും അറ്റോമിക് നമ്പർ ഈവനും വരുന്ന കേസിൽ ഹാഫ് ഇൻറ്റിജർ സ്പിൻ ആയിട്ടായിരിക്കും നമുക്ക് യൂഷ്വലി കിട്ടുക. ഇപ്പം ഹൈഡ്രജൻ്റെ കേസിൽ നോക്കിക്കേ, മാസ് നമ്പർ 1 അറ്റോമിക് നമ്പർ 1 രണ്ടും ഓടായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവരുടെ കേസിൽ സ്പിൻ എന്താ വന്നിട്ടുള്ളത്? ഹാഫാണ് വന്നിട്ടുള്ളത്, ഹാഫ് ഇൻറ്റിജർ സ്പിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പം കാർബണിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ അറ്റോമിക് നമ്പർ എത്രയാ? 6, മാസ് നമ്പർ എത്രയാ? 13. അപ്പോൾ മാസ് നമ്പർ ഓട് അറ്റോമിക് നമ്പർ ഈവൻ വന്ന് അല്ലേ? അപ്പം ഇത് 2 ഓട് വന്നപ്പോൾ ഹാഫ്. അതുപോലെ ഇത് 1 ഈവനും മാസ് നമ്പർ ഓട് വന്നപ്പോഴും ഇവരുടെ വാല്യൂ എന്താ വരുന്നത്? ഹാഫ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് നോക്കിയാൽ മതി, അവരുടെ മാസ് നമ്പർ ഈവൻ ആണ്, മാസ് നമ്പർ ഓടാണ്, അറ്റോമിക് നമ്പർ ഈവൻ ഓർ ഓഡ് എന്ത് വേണേലും ആവാം. അങ്ങനെ വരുന്ന കോമ്പിനേഷൻകാരുടെ എല്ലാം സ്പിന്നിൻ്റെ വാല്യൂ, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റിജർ സ്പിൻ, ഒന്നെങ്കിൽ ഹാഫ് അല്ലെങ്കിൽ 3/2 അല്ലെങ്കിൽ 5/2 ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ്, മാസ് നമ്പർ ഈവനും ഓക്കെ അറ്റോമിക് നമ്പർ ഓടും ആവുകയാണെന്നുണ്ടെങ്കിൽ, കേട്ടോ. നേരത്തെ പറഞ്ഞ എന്താണ്? മാസ് നമ്പർ ഓടും അറ്റോമിക് നമ്പർ ഓഡ് ഓർ ഈവൻ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ എന്താണ്? മാസ് നമ്പർ ഈവനും അറ്റോമിക് നമ്പർ ഓടും ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡ്യൂറ്റീരിയത്തിൻ്റെ കേസ് നോക്കിക്കേ, ഡ്യൂറ്റീരിയത്തിൻ്റെ കേസിൽ മാസ് നമ്പർ 2 ഈവൻ ആണ്, അറ്റോമിക് നമ്പർ 1 ഓടാണ് അല്ലേ? അപ്പം അങ്ങനെ വരുന്ന കോമ്പിനേഷൻകാരുടെ എല്ലാം സ്പിൻ വാല്യൂ എന്തേ വരുള്ളൂ? ഇൻറ്റിജർ സ്പിന്നേ വരുള്ളൂ. അറ്റോമിക് നമ്പർ ഈവനും മാസ് നമ്പർ ഈവനും അറ്റോമിക് നമ്പർ ഓടും വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ സ്പിൻ വാല്യൂ എന്തേ വരുള്ളൂ? ഇൻറ്റിജേഴ്സേ വരുള്ളൂ, 1 വരുള്ളൂ. ഇപ്പം ഡ്യൂറ്റീരിയത്തിൻ്റെ കേസിൽ. ഇപ്പം നൈട്രജൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ് നമ്പർ എത്ര വന്നേക്കുന്നത്? 14 ഈവൻ ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ എത്രയാണ്? ഓഡ് 7 ആണ് അല്ലേ? അപ്പോൾ അവരുടെ കേസിലും അവരുടെ ഐയുടെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? ഇൻറ്റിജർ I1 ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ യൂഷ്വലി നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അവരുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്പിന്നിൻ്റെ വാല്യൂ, ഐയുടെ വാല്യൂ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും രണ്ടും
ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പിന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും, അത് NMR ഇനാക്റ്റീവ് ആയിരിക്കും എന്ന് പറയാം. ഇനി ഒരു മോളിക്യൂളിൻ്റെ കേസിൽ അവരുടെ അറ്റോമിക് നമ്പർ എന്താണ്? ഓഡാണ്. അതുപോലെ മാസ് നമ്പർ ഓഡാണ്, അറ്റോമിക് നമ്പർ ഈവൻ ആവാം അല്ലെങ്കിൽ ഓഡ് ആവാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പിന്നിൻ്റെ വാല്യൂ ഹാഫ് ഇൻറ്റിജർ സ്പിൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ കണ്ടീഷനകത്ത് അവരുടെ അറ്റോമിക് നമ്പർ ഈവനും മാസ് നമ്പർ ഓടും വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പിൻസും ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും വരുന്നത്. 1 2 3 4 അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻസിലോട്ടൊന്ന് പോയിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഹാസ് എ മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള വാല്യൂ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ NMR ആക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാർബണിൻ്റെ കേസിൽ 6 12 അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താ വന്നത്? ഈവൻ. അപ്പോൾ സ്പിന്നിൻ്റെ വാല്യൂ എന്തേ വരുള്ളൂ? 0. അപ്പോൾ ഇത് NMR ആക്റ്റീവ് ആണോ? അല്ല. അടുത്തത് ഓക്സിജൻ 16 8 മാസ് നമ്പറും ഈവന്, അറ്റോമിക് നമ്പറും ഈവന്. അപ്പോൾ സ്പിന്നിൻ്റെ വാല്യൂ എന്താ വരിക? 0 ആണ് വരുന്നത് കേട്ടോ. സ്പിന്നിൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അതും എന്താണ്? NMR ഇനാക്റ്റീവ് ആണ്. അടുത്തത് നൈട്രജൻ്റെ കേസ്. നൈട്രജൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ എത്രയാ? 14 തന്നിട്ടുണ്ട്. മാസ് നമ്പർ എത്രയാണ്? 7. അപ്പോൾ അറ്റോമിക് നമ്പർ ഈവനും മാസ് നമ്പർ ഓടും വന്നു. അപ്പോൾ അവരുടെ കേസിൽ അവരുടെ സ്പിന്നിൻ്റെ വാല്യൂ എന്താ വരുന്നത്? ഇൻറ്റിജർ സ്പിന്ന് 1 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് അവർ NMR ആക്റ്റീവ് ആണ്. അടുത്തത് സൾഫർ 32 16. നോക്കിക്കേ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഈവൻ നമ്പേഴ്സ് ആണ്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം സ്പിന്നിൻ്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് NMR ഇനാക്റ്റീവ് ആണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ NMR ആക്റ്റീവ് ആയിട്ടുള്ള ആൾ ആര് മാത്രമേ ഉള്ളൂ? സ്പിൻ വാല്യൂ 0 അല്ലാതെ വരുന്ന ആൾ മാത്രമേ ഉള്ളൂ. അത് ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ നൈട്രജൻ 14 മാത്രമേ ഉള്ളൂ സ്പിൻ വാല്യൂ 0 അല്ലാത്തൊരു വാല്യൂ കിട്ടിയിട്ടുള്ളത്. സോ അത് മാത്രമേ ഉള്ളൂ തന്നിട്ടുള്ളതിൽ NMR എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ NMR ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദ ലാങ്മോ-ഹിൻഷൻവുഡ് മെക്കാനിസം ഇൻവോൾവ്സ്. അപ്പോൾ ലാങ്മോ-ഹിൻഷൻവുഡ് മെക്കാനിസത്തിനകത്ത് താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. അപ്പം നോക്കിക്കോ, ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട് എന്താ? അഡ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ് ഓൺ ദി കാറ്റലിസ്റ്റ് സർഫസ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് റിയാക്ടൻസ് കയറി അഡ്സോർബ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ, രണ്ടാമത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോർമേഷൻ ഓഫ് ആൻ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നുണ്ട് ഡിസോർപ്ഷൻ ഓഫ് പ്രോഡക്ട്സ് ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫസ്. കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നിന്നും പ്രോഡക്റ്റിനെ ഡിസോർബ് ചെയ്ത് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഓൾ ഓഫ് ദി എബോവ്. എല്ലാ കണ്ടീഷൻസും ലാങ്മോ-ഹിൻഷൻവുഡ് മെക്കാനിസത്തിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് നോക്കാം ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിനകത്ത് ഈ ലാങ്മോ-ഹിൻഷൻവുഡ് മെക്കാനിസത്തിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഞാൻ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ലാങ്മോ-ഹിൻഷൻവുഡ് മെക്കാനിസത്തിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ, അഡ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ് അറ്റ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ദ സർഫസ് വിത്ത് ഫോർമേഷൻ ഓഫ് ആൻ ഇന്റർമീഡിയറ്റ് സ്പീഷീസ്. അപ്പോൾ എന്താ? റിയാക്ടന്റ് മോളിക്യൂൾസ് എല്ലാം ആക്റ്റീവ് സൈറ്റുകളിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, റിയാക്ടന്റ് മോളിക്യൂൾസ് എവിടോട്ട് അഡ്സോർബ് ചെയ്യും? ആക്റ്റീവ് സൈറ്റുകളിൽ അഡ്സോർബ് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ആക്റ്റീവ് ആയിട്ടുള്ള സൈറ്റുകളിലേക്ക് റിയാക്ടന്റ് മോളിക്യൂൾസ് പോയിട്ട് അഡ്സോർബ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് സ്പീഷീസുകൾ ഫോം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് നോക്കിക്കേ, ഹെട്രോജീനിയസ് സർഫസ് റിയാക്ഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് സ്പീഷീസ് ആൻഡ് ഫോർമേഷൻ ഓഫ് അഡ്സോർബ്ഡ് പ്രോഡക്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് നടന്നു? ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് സർഫസ് ഇന്റർമീഡിയറ്റ് സ്പീഷീസ്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇന്റർമീഡിയറ്റ് സ്പീഷീസുകൾ ഫോം ചെയ്തില്ലേ അവർ അഡ്സോർബ് ചെയ്തതിൻ്റെ ഫലമായിട്ട്. അവർ റിയാക്ട് ചെയ്ത ആ ഒരു സർഫസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡക്റ്റ് ഫോർമേഷനിലേക്ക് നയിക്കുന്നു, പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ആ സർഫസിൽ നിന്നും പ്രോഡക്റ്റിനെ ഡിസോർബ് ചെയ്തെടുക്കുന്നു, റിമൂവ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു സർഫസ്, ഫ്രീ സർഫസ് അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റുകളെ അവിടെ റീജനറേറ്റ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഹിൻഷൻവുഡ് മെക്കാനിസത്തിനകത്ത്, ലാങ്മോ-ഹിൻഷൻവുഡ് മെക്കാനിസത്തിനകത്ത് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു? ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് ആക്റ്റീവ് സൈറ്റുകളിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നു? ഈ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്തവർ ആ സർഫസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഫോർമേഷനിലേക്ക് നയിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ പ്രോഡക്റ്റുകൾ ആക്റ്റീവ് സൈറ്റിൽ നിന്നും ഡിസോർബ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ആക്റ്റീവ് സൈറ്റിൽ നിന്നും ഇവരെ ഡിസോർബ് ചെയ്ത് നമുക്ക് ആ ആക്റ്റീവ് സൈറ്റ് റീജനറേറ്റ്
ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ 3 സ്റ്റെപ്സിലായിട്ടാണ് ലാഗ്മ ഹിൻഷൻവുഡ് മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കേ. അഡ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ് ഓൺ ദി കാറ്റലിസ്റ്റ് സർഫസ്, അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് സർഫസിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യുന്നു അല്ലേ, അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് നടക്കുന്ന സ്റ്റെപ്പാണ്. ദെൻ ഫോർമേഷൻ ഓഫ് ആൻ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് അല്ലേ, റിയാക്ടന്റ് മോളിക്യൂൾസ് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും എന്ന് പറഞ്ഞു, ഇന്റർമീഡിയറ്റ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. സോ അതും ശരിയാണ്. അടുത്തത് ഡിസോപ്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫസ് അല്ലേ, റിയാക്ഷൻ എല്ലാം നടന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ സർഫസിൽ നിന്നും ഡിസോർബ് ചെയ്യപ്പെടും കേട്ടോ. അപ്പോൾ അതും എന്താണ്, ഇതിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ വരുമ്പോഴത്തേന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഓൾ ഓഫ് ദി എബോവ്. തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളും ലാഗ്മ ഹിൻഷൻവുഡ് മെക്കാനിസത്തിൽ നടക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകളാണ്. സോ തന്നിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം നോക്കാം. ഫോർ ദി ഫോളോയിങ് 4 മോളിക്യൂൾസ് അസറ്റോൺ, ബെൻസീൻ, dimethyl ether, ethane, each one of which contains only one type of proton, the correct order of chemical shift. അപ്പോൾ ഇവിടെ നമ്മൾ 4 മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം അസിറ്റോൺ ആണ്, ഒരെണ്ണം ബെൻസീൻ ആണ്, ഒരെണ്ണം ഡൈമീഥൈൽ ഈതർ ആണ്, ഒരെണ്ണം ഈതെയിൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അവരൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനകത്തും ഒറ്റ ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ, വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടോൺസ് ഒന്നുമില്ല, എല്ലാം സിംഗിൾ ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് മാത്രമേ ഈ പറയുന്ന 4 ആളുകളിലും പ്രസന്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ കെമിക്കൽ ഷിഫ്റ്റിന്റെ ഓർഡർ, ഡെൽറ്റയുടെ ടേംസിൽ അവരുടെ കെമിക്കൽ ഷിഫ്റ്റിന്റെ ഓർഡറിന്റെ ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ള ഓർഡർ ബെൻസീൻ, ഈതെയിൻ, അസറ്റോൺ, ഡൈമീഥൈൽ ഈതർ എന്നാണ്. ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ളത് ബെൻസീൻ, അസറ്റോൺ, ഡൈമീഥൈൽ ഈതർ, ഈതെയിൻ എന്നാണ്. ഇവിടെ ഈതെയിൽ അല്ലേ, ഡൈമീഥൈൽ ആണ്. അതുപോലെ ഓപ്ഷൻ സിയിൽ ബെൻസീൻ ഏറ്റവും കൂടുതലാണ്, ദെൻ ഈതെയിൻ, അസറ്റോൺ, ഡൈമീഥൈൽ ഈതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവസാനത്തെ ഓപ്ഷനിൽ ബെൻസീൻ ഏറ്റവും കൂടുതൽ, ദെൻ ഡൈമീഥൈൽ ഈതർ, അസറ്റോൺ, ഈതെയിൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം ആദ്യം, കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുമ്പോൾ ഓരോരുത്തരുടെയും കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂസ് ഏത് റേഞ്ചിൽ വരുന്നു എന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് പരിചയപ്പെടാം, ഈ പറയുന്ന ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിലും വരുന്ന ആളുകളുടെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. PPMലുള്ള കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, RCH3 ഒരു മീഥൈൽ ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഒരു മീഥൈൽ ഗ്രൂപ്പിലുള്ള പ്രോട്ടോൺസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ വരുന്നത് 0.9 to 1.2 റേഞ്ചിലൊക്കെയാണ് ഒരു മീഥൈൽ ഗ്രൂപ്പിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ സെക്കൻഡറി മീഥൈൽ ഗ്രൂപ്പാണ്, അതായത് CH2 2 R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർബൺ, അതായത് സെക്കൻഡറി മീഥൈൽ ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. അവരുടെ കേസിൽ വരുമ്പോഴത്തേന് സെക്കൻഡറി വരുമ്പോഴത്തേന് അവരുടെ വാല്യൂ എന്താ വരുന്നത്, 1.2 to 1.5 റേഞ്ച് വരെ. ഇനി ടെർഷറി ആണ്, കാർബണിലേക്ക് ഒരു ഹൈഡ്രജനേ ഉള്ളൂ, ബാക്കി 3 ഡിഫറെൻറ്റ് R ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടെർഷറി പ്രോട്ടോൺസ് ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ അങ്ങനെയുള്ള പ്രോട്ടോൺസിൻ്റെ കേസിൽ അവരുടെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ ഒരു 1.4 to 1.9 റേഞ്ചിൽ വരും കേട്ടോ. അപ്പോൾ പ്രൈമറി ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ 0.9 to 1.2 റേഞ്ചിൽ വരും. ആൻഡ് സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ ഒരു 1.2 to 1.5 റേഞ്ചിൽ വരും. ആൻഡ് ടെർഷറി ആണെന്നുണ്ടെങ്കിൽ ഒരു 1.4 to 1.9 റേഞ്ചിലും വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആൽക്കീൻസിൽ ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോട്ടോൺസ് ആണ് കരുതുക. എന്നാണ്ടേ, അതായത് ഇപ്പോൾ C ഡബിൾ ബോണ്ട് C, ദെൻ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിലുള്ള ഹൈഡ്രജൻ ഗ്രൂപ്പുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അലൈൽ ഗ്രൂപ്പുകളാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ, അലൈൽ ഗ്രൂപ്പുകളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ റേഞ്ച് ഏകദേശം 1.5 to 2.5 റേഞ്ച് വരും കേട്ടോ. അലൈൽ ഗ്രൂപ്പുകളുടെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ ഏകദേശം ഒരു 1.5 to 2.5 റേഞ്ചിൽ വരും. ദെൻ അടുത്തത് നമ്മുടെ കീറ്റോ ഗ്രൂപ്പ്സിൽ, കീറ്റോൺസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോട്ടോൺസ്, കീറ്റോ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന പ്രോട്ടോൺസ്, ഈ ബ്ലൂ മാർക്ക് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻസിൻ്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കീറ്റോ ഗ്രൂപ്പാണ് തൊട്ടടുത്ത് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ കീറ്റോ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന പ്രോട്ടോൺസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 2 to 2.5 2.6 റേഞ്ചിൽ വരും. അതുപോലെ തന്നെ ആരോമാറ്റിക് ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള CH3യിലുള്ള, അതായത് ഇങ്ങനെ വരുന്നത് നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്തൊക്കെ CH3 ഗ്രൂപ്പ് വരുമ്പോൾ ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ബെൻസീൻ ഗ്രൂപ്പിൽ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ്റെ അല്ല, ബെൻസീൻ ഗ്രൂപ്പിലോട്ട് ഒരു CH3 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ CH3ക്കകത്തുള്ള ഹൈഡ്രജൻ്റെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ വരുന്നത് ഒരു 2.2 to 2.5 റേഞ്ച് തന്നെയാണ്. നമ്മുടെ കീറ്റോ ഗ്രൂപ്പിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. പിന്നെ അടുത്തത് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസിൽ, ആൽക്കൈൻസിൻ്റെ കേസിൽ, ആൽക്കൈൻസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള
ഹൈഡ്രജൻ പ്രോട്ടോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 to 3 റേഞ്ചിലാണ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് വരുന്നത്. അതുപോലെ ഈതർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3.3 to 4 റേഞ്ചിലാണ് ഈതേഴ്സിൻ്റെ കേസിൽ വരുന്നത്. ദെൻ അടുത്തത് നമ്മുടെ ഹാലജൻസിൻ്റെ അടുത്ത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഹാലജൻസിൽ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൽ വരുന്ന പ്രോട്ടോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3.1 to 3.8 റേഞ്ചിലാണ് അവരുടെ കെമിക്കൽ ഷിഫ്റ്റ് വരുന്നത്. ദെൻ ആൽക്കഹോൾസ് OH ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ്റെ 1 to 5 വേരി ചെയ്ത് വരാം. അത് സറൗണ്ടിങ് കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് 1 to 5 വരെ ഡിഫറെൻറ്റ് വാല്യൂസ് വരാം. അതുപോലെ തന്നെ NH2 ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഇതുപോലെ തന്നെ OH ഗ്രൂപ്പിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ളതാണ്, ഒരു 1 to 5 റേഞ്ചിലൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ബോണ്ടിൽ ഉള്ള കാർബണിൽ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള വിനൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ വരുന്നത് ഏകദേശം ഒരു 4.5 to 6 റേഞ്ചിലാണ് അവരുടെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ വരുന്നത്. അടുത്തത് നോക്കിക്കേ, ARH, അതായത് നമ്മുടെ ബെൻസീൻ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻസീനിൽ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ്റെയാണ്, അവരുടെ കേസിൽ വരുമ്പോൾ ഏകദേശം ഒരു 6 to 8.5 റേഞ്ചിലൊക്കെ വരും കേട്ടോ. 6 to 8.5 റേഞ്ചിലൊക്കെ വരും ബെൻസീൻ അല്ലെങ്കിൽ ഒരു ആരോമാറ്റിക് റിങ്ങിൽ നേരിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ ഒരു 6 to 8.5 റേഞ്ചിലൊക്കെ വരും. ദെൻ അടുത്തത് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 9.5 to 10.5 റേഞ്ചിൽ വരും. ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 10 to 13 റേഞ്ചിലൊക്കെ വരും. ഓക്കെ, അപ്പം ഈ വാല്യൂസ് കൃത്യമായിട്ട് ഏകദേശം ഒരു ഏകദേശ റേഞ്ച് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസിൻ്റെ കേസിലും അവിടെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ ഇത് PPM-ലുള്ളതാണ്. PPM-ലുള്ള കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ ഏത് റേഞ്ചിൽ വരും എന്നുള്ളത് നമുക്ക് ഓർഗാനിക്കിൽ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ പീക്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ വരുമല്ലോ, അപ്പോൾ അപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വാല്യൂസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നമുക്ക് ആരെയൊക്കെയാണ് തന്നിട്ടുള്ളത്? ബെൻസീൻ ഉണ്ട്, ഈതേൻ ഉണ്ട്, അസിറ്റോൺ ഉണ്ട്, ഡൈതൈൽ ഈതർ ഉണ്ട് അല്ലേ. അപ്പോൾ ബെൻസീൻ ഉണ്ട്, ഈതേൻ ഉണ്ട്, അതുപോലെ തന്നെ അസറ്റോൺ ഉണ്ട്, കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ഈതർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബെൻസീനാണ് ഈ തന്നിട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അല്ലേ. 6 to 8.5 റേഞ്ച് വരെ കെമിക്കൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കൂട്ടത്തിൽ എന്തായാലും ബെൻസീനാണ് ഏറ്റവും ഹയർ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഉള്ളത്. അടുത്ത നോക്കിക്കേ, ഈതർ ഗ്രൂപ്പിൻ്റെ എത്രയാണ് വന്നേക്കുന്നത്? ഒരു 3.3 to 4 റേഞ്ചിലാണ് ഈതേഴ്സിൻ്റെത് വരുന്നത്. ഓക്കെ, അടുത്തത് കീറ്റോണിൻ്റെ എത്രയായിരുന്നു നമ്മൾ കണ്ടത്? ഒരു 2.6 to 2.6 റേഞ്ചിലാണ് കീറ്റോണിൻ്റെ വരുന്നത്. ആൻഡ് ഈതേൻ ഗ്രൂപ്പിൻ്റെ എന്താ വരുന്നത്? ഈതേൻ്റെ ഒരു 1.2 റേഞ്ചിൽ 0.9 to 1.2 റേഞ്ചിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഈ ബെൻസീനിൻ്റെ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു 6 to 8 റേഞ്ചിൽ വരുന്നുണ്ട്. രണ്ടാം ഇതിൽ ഈതേഴ്സിൻ്റെ കേസ് വരുമ്പോൾ ഒരു 3.3 to 4.4 റേഞ്ചിൽ വരുന്നുണ്ട്. കീറ്റോൺസിൻ്റെ കേസ് വരുമ്പോഴത്തേന് 2.5 to 2.5 റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിനാകുമ്പോൾ 0.9 to ഒരു 1.2 റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ഷിഫ്റ്റിൻ്റെ ഓർഡർ വരുന്നത് ഈ ലാസ്റ്റിൽ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ രീതിയിലും ചോദിക്കാറുണ്ട്. കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് വരുന്ന ഓർഡറിൽ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് അല്ലെങ്കിൽ കൂടുതലിൽ നിന്ന് കുറഞ്ഞതിലേക്കുള്ള ഓർഡർ ക്രമപ്പെടുത്താനായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു പീക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ട് മോളിക്യൂൾ കണ്ടുപിടിക്കാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിച്ചാലും ഈ പറയുന്ന കെമിക്കൽ ഷിഫ്റ്റുകളുടെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ പറഞ്ഞ ഇത്രേൻ്റെയെങ്കിലും ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഇത്രയും പേരുടെയെങ്കിലും കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂസ് അത്യാവശ്യം ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 4 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. In a P31 NMR experiment on an unknown compound, a single resonance with a septet pattern is obtained. Which of the following structures would consist with this observation? അപ്പോൾ നമ്മളൊരു NMR സ്പെക്ട്രം എടുത്തു. P31 NMR സ്പെക്ട്രമാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് P31 NMR സ്പെക്ട്രമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് സെപ്റ്ററ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സെപ്റ്ററ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള പാറ്റേൺ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏത് കോമ്പൗണ്ട് ആണ് എന്നുണ്ടെങ്കിലാണ് PH3 എന്നാണ്. ഇതിലേത് കോമ്പൗണ്ട് ആണ് എന്നുണ്ടെങ്കിലാണ് നമുക്കൊരു സെപ്റ്ററ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നോക്കിക്കേ, നമുക്ക് അറിയാം
സ്പ്ലിറ്റിങ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല 2ni+1 ആണ്. ഓക്കെ, 2ni+1 ആണ് സ്പ്ലിറ്റിങ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ P31 ആണ്, P31 NMR ആണ്. അപ്പോൾ P31 എന്ന് പറയുമ്പം P31 15. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ് എന്തായിട്ട് വരുന്നത്? ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറുമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വേറൊരു ചോദ്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഓഡ് നമ്പേഴ്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റിജർ സ്പിൻസ് ആയിരിക്കും വരുന്നത്. 1/2, 3/2 ആ രീതിയിലായിരിക്കും ഇവിടെ സ്പിന്നിൻ്റെ വാല്യൂസ് വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്പ്ലിറ്റിങ് കണ്ടുപിടിക്കാനായിട്ട് NMR സ്പെക്ട്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് 2ni+1. അപ്പോൾ ഈ 2ni+1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് സെപ്റ്ററ്റ് ആണ് അല്ലേ? സെപ്റ്ററ്റ് ആണ്, അതായത് 7 കിട്ടണം. ഓക്കെ, അപ്പോൾ ആരുടെ കേസിലാണ് നമുക്ക് 7 കിട്ടുന്നത് എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ 7 കിട്ടണമെങ്കിൽ 2 × 6 × ഐയുടെ വാല്യൂ ഹാഫ് വരുവാണെന്നുണ്ടെങ്കിൽ 2 × 6 × ½ + 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്നിൻ്റെ വാല്യൂ എന്താ? നമ്പർ ഓഫ് സ്പീഷീസുകൾ, അല്ലെങ്കിൽ ആ സ്പ്ലിറ്റിങ്ങിന് കാരണമായിട്ടുള്ള നമ്പർ ഓഫ് സ്പീഷീസുകൾ. എന്നിൻ്റെ വാല്യൂ 6ഉം അതുപോലെ അവരുടെ സ്പിൻ വാല്യൂ എന്ന് പറയുന്നത് ഹാഫും വരുന്ന ഓപ്ഷൻസ് ഏതാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോഴേ നമുക്കറിയാം PF6- കേസിലാണ് എന്ത് 6 സ്പീഷീസുകൾ വരുന്നത്. അതുപോലെ തന്നെ ഐയുടെ വാല്യൂ ഹാഫും വരുന്നത്, സ്പിൻ വാല്യൂ ഹാഫും വരുന്നതുള്ളൂ. സോ ബാക്കിയെല്ലാം നോക്കിയാൽ PF3, PH3, PME3 അവരുടെ കേസിലെല്ലാം 3 പേരുള്ളൂ. എന്നിൻ്റെ ഭാഗത്ത് 6 വരുന്ന കേസിൽ മാത്രമേ നമുക്കവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ സ്പിന്നിൻ്റെ വാല്യൂ ഹാഫും അല്ലേ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? 2ni+1 7 വരണം, സെപ്റ്ററ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഷീസ് എന്തായിരിക്കണം? PF6 ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, സെപ്റ്ററ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ MO ഡയഗ്രാം ഓഫ് N2 ദ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ഹോമോ. അപ്പോൾ ഹോമോ ലൂമോ കണ്ടുപിടിക്കാനായിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ഹോമോ എന്ന് പറയുന്നത്? ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ആണ് ഹോമോ. ല്യൂമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലിനെയാണ് ലൂമോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോളിക്കുലർ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ ഹോമോ എങ്ങനെ കണ്ടെത്താം, ലൂമോ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പം ഞാനൊരു സ്പീഷീസിൻ്റെ മോളിക്കുലർ കോൺഫിഗറേഷൻ എഴുതി, അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് വന്നത്: σ1s2, σ*1s2, σ2s2, σ*2s2, σ2pz. അതിൽ 0 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് വന്നതെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള ലാസ്റ്റ് മോളിക്കുലർ ഓർബിറ്റൽ ഏതാണ്? ഏത് മോളിക്കുലർ ഓർബിറ്റലിലാണ് അവസാനമായിട്ട് ഇലക്ട്രോൺസിനെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്? ഈ σ*2s 2-നകത്താണ് അവസാനമായിട്ട് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഹോമോ, ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലിൽ ഏറ്റവും വലുത് ഏതാണ്? σ*2s. അപ്പോൾ ഇവിടുത്തെ ഹോമോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പറയാം? σ*2s ആണെന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ലൂമോ? ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ളതിൽ ഏറ്റവും താഴെയുള്ള ആളാരാണ്? നോക്കിക്കേ, അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആളാരാണ്? σ2pz അല്ലേ? അപ്പം ഇവിടെ σ2pz നമുക്ക് ഇവിടുത്തെ ലൂമോ എന്ന് പറയാം. അപ്പം നമ്മൾ മോളിക്കുലർ കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ അവസാനം ഫില്ല് ചെയ്തത് ആരാണോ അതാണ് ഹോമോ. അത് കഴിഞ്ഞ് തൊട്ടടുത്തതായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന, ഒന്നും ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളെ നമ്മുടെ ലൂമോ എന്നും പറയാം. ഓക്കെ ആണേ? അപ്പം ഇവിടെ നമുക്ക് N2 നൈട്രജൻ്റെ കേസിൽ, നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസിലുള്ള ഹോമോ കണ്ടെത്താനായിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ σ2s ആണോ, σ2pz ആണോ, π2px ആണോ, π*2py ആണോ എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പം അത് കണ്ടെത്തണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് എഴുതണം? നൈട്രജൻ്റെ മോളിക്കുലർ കോൺഫിഗറേഷൻസ് എഴുതണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഹോമോ ആയാലും ലൂമോ ആയാലും കണ്ടെത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം അപ് ടു നൈട്രജൻ ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണ്?
സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px ഈക്വൽ ടു പൈ 2py, സിഗ്മ 2pz. ഓക്കെ, അപ്പോൾ ഫില്ലിങ്ങിൻ്റെ ഓർഡർ അപ് ടു 14 ഇലക്ട്രോൺസ് വരെ ഈ രീതിയിലാണ് വരുന്നത്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px ഈക്വൽ ടു പൈ 2py, ദെൻ സിഗ്മ 2pz ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, നൈട്രജൻ N2ൻ്റെ കേസാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. N2ൻ്റെ കേസിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? N2ൻ്റെ കേസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 14 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? 7 7 14 ഇലക്ട്രോൺസ്. അപ്പോൾ N2ൻ്റെ കേസിൽ നമ്മൾ ഈ ഓർഡറാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 15 16 17 18 ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മോർ ദാൻ 14 ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ് വരിക? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz ഫില്ല് ചെയ്തിട്ട് വേണം പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py ഫില്ല് ചെയ്യാൻ. അതിനുശേഷം പിന്നെന്താ, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, ദെൻ സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ അപ് ടു 14 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് സിഗ്മ 1s, സിഗ്മ 2s, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py, സിഗ്മ 2pz എന്ന് വരും. ഇനി മോർ ദാൻ 14 ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, ദെൻ സിഗ്മ 2pz ഫില്ല് ചെയ്ത ശേഷം പൈ 2px ഈക്വൽ ടു പൈ 2py, ദെൻ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, ദെൻ സിഗ്മ സ്റ്റാർ 2pz. ഇങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നൈട്രജൻ്റെ കേസാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ 14 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ആദ്യത്തെ കേസിലെ പോലെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ വരുന്നത്? നോക്കിക്കേ, സിഗ്മ 1s 2 എണ്ണം, സിഗ്മ സ്റ്റാർ 1s 2 എണ്ണം, സിഗ്മ 2s 2, സിഗ്മ സ്റ്റാർ 2s 2 എണ്ണം, ദെൻ പൈ 2px ഈക്വൽ ടു പൈ 2py ഓരോന്നിലും 2 ഇലക്ട്രോൺസ് വീതം, ദെൻ സിഗ്മ 2pz 2 ഇലക്ട്രോൺ. ഇപ്പോൾ 14 ആയില്ലേ? 2 4 6 8 10 12 14 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം? ഹോമോ, ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽ ഏതാണ്? സിഗ്മ 2pz ആണ് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഹോമോ ഏതാണ് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? അവസാനമായിട്ട് ഒക്കുപ്പൈ ചെയ്തത് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് ആണ് ഹോമോ. സോ സിഗ്മ 2pz ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കുക, 7ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് വേവ് നമ്പർ ഓഫ് ദി സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് CH, OH, C ഡബിൾ ബോണ്ട് O കീറ്റോൺ ആൻഡ് C ട്രിപ്പിൾ ബോണ്ട് C ആൽക്കൈൻസ്. അപ്പോൾ ഇവിടെ 4 പേരുടെ കേസ് തന്നിട്ടുണ്ട്. ആൽക്കൈൻസ് ഉണ്ട്, ആൽക്കഹോൾസ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെ കേസിലും അവരുടെ സ്ട്രെച്ചിങ് വൈബ്രേഷൻസിൻ്റെ ഓർഡറിൽ, ഇൻക്രീസിങ് വേവ് നമ്പർ ഓഫ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസിൻ്റെ ഓർഡറിൽ ഇവരെ അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂസ് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെയും പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെയും സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ പഠിച്ചു വെക്കണം. ഇതേപോലെ നമുക്ക് ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ട് മോളിക്യൂൾസിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഈ വാല്യൂസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ആളുകളുടെ എങ്കിലും സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾസ് ഫ്രീ ആൽക്കഹോൾസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3600 റേഞ്ചിലൊക്കെ പോവും. ഇനി അല്ല, ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കഹോൾസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വാല്യൂ കുറഞ്ഞിട്ട് ഒരു 3100 3200 റേഞ്ചിലോട്ട് പോവും കേട്ടോ. അപ്പം യൂഷ്വലി നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ആൽക്കഹോൾസിൻ്റെ കേസിലാണ് 3600 ഹയർ വാല്യൂ വരുന്നത്. അല്ലാത്തവർക്ക് ഒരു 3200 3300 അപ് ടു ഒരു 3500 റേഞ്ച് വരെ മാക്സിമം പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 3300 3400 ആ റേഞ്ചിലൊക്കെ ഒരു പീക്ക് കിട്ടുക അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് ആൽക്കഹോൾ കാരണമായിരിക്കും. ഇനി അടുത്തത് അമീൻസിനും ഏകദേശം അതിനോട് അടുത്ത് തന്നെ വരും. ഒരു 3300 3500 റേഞ്ചിൽ അമീൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും അവരുടെയും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അമീൻസിനെക്കാട്ടിൽ കൂടുതലായിട്ടാണ് ആർക്ക് കണ്ടുവരുന്നത്? ആൽക്കഹോൾസിന് കണ്ടുവരുന്നത്. രണ്ടിനും 3000 എബോവ് ആയിട്ടാണ് വരുന്നത്. ആൽക്കഹോൾസിനാകുമ്പോൾ ഒരു 3600 റേഞ്ചിൽ വരും, ഇവരുടെ ആകുമ്പോൾ ഒരു 3300 റേഞ്ചിൽ വരും കേട്ടോ. അടുത്തത് ടെർമിനൽ ആൽക്കൈൻസ്. ടെർമിനൽ ആൽക്കൈൻസ്. അപ്പോൾ ടെർമിനൽ ആൽക്കൈൻസിൻ്റെ കേസിൽ
അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നത് ഒരു 3300 to 3200 റേഞ്ചിലൊക്കെയാണ് ടെർമിനൽ ആൽക്കൈൻസ് CH ബോണ്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടെർമിനൽ പൊസിഷനിൽ വരുന്ന ആൽക്കൈൻസ് CHന് വരുന്നത് കേട്ടോ. ഒരു 3300 3200 റേഞ്ചിൽ ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സ്പീഷീസുകൾ ഉണ്ടല്ലോ, C ട്രിപ്പിൾ ബോണ്ട് CH. ഇപ്പം ഇങ്ങനെ വരുന്ന Hന് അതാണ് ആൽക്കൈൻസിന് കേട്ടോ. ആ ആൽക്കൈൻസ് ടെർമിനൽ പൊസിഷൻസിൽ വരുന്ന ആൽക്കൈൻസിന് ഒരു 3300 3200 റേഞ്ചിലൊക്കെയാണ് അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നത്. ദെൻ അരോമാറ്റിക് CHന് അരോമാറ്റിക് CH എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് വരുന്ന ഈ H, ഇത് CH ബോണ്ടുകളല്ലേ, എല്ലാം CH ബോണ്ടുകളല്ലേ. അപ്പോൾ ഈ CH ബോണ്ടുകളുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000 to 3100-നകത്ത് ഒരു 3020 3030 3040 ആ ഒരു റേഞ്ചിൽ വരും നമ്മുടെ ആരോമാറ്റിക് കേട്ടോ. ഒരു 3100-നകത്ത് 3000 to 3100 റേഞ്ചിൽ വരും ആരോമാറ്റിക് CHന്റെ കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി ആലിഫാറ്റിക് ആയിട്ടുള്ള CH ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം CH3 CH2 CH3 ഇങ്ങനെയൊക്കെ വരുന്നതിനകത്തുള്ള CH ആണെന്നുണ്ടെങ്കിൽ, അലിഫാറ്റിക് ആയിട്ടുള്ള CH ആണെന്നുണ്ടെങ്കിൽ ആരോമാറ്റിക്കിനെക്കാട്ടി കുറവായിരിക്കും. ഒരു 2900 3000-നകത്ത് വെച്ചിട്ടേ വരത്തുള്ളൂ. അവരുടെ 2900 2800 ആ റേഞ്ചിനകത്ത് വരും. ഇനി ആൽഡിഹൈഡ് നോക്കി വെച്ചേക്കുക. ആൽഡിഹൈഡ് CHന്റെ കേസിൽ 2000. ആൽഡിഹൈഡ് ഓർത്ത് വെച്ചേക്കണേ, ആൽഡിഹൈഡിനകത്തുള്ള ഈ CO അല്ലേ, CHന്റെ കാര്യമാണേ പറയുന്നത്, തിരിഞ്ഞു പോരുത്. ആൽഡിഹൈഡിനകത്തുള്ള CH ആണ് 2700 റേഞ്ചിൽ വരുന്നത്. CO എന്ന് പറയുമ്പോൾ 1000 റേഞ്ച് 1300 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ 1600 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2700 എന്ന് പറയുന്നത് ആൽഡിഹൈഡിനകത്തുള്ള CHന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് കേട്ടോ. ആൽഡിഹൈഡിനകത്തുള്ള CH 2700 to 2900 റേഞ്ചിൽ വരും. ദെൻ നൈട്രൽസിന്റെ കേസിൽ C ട്രിപ്പിൾ ബോണ്ട് Nന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 2200 to 2300 റേഞ്ചിൽ വരും. ദെൻ ടെർമിനൽ പൊസിഷനിലുള്ള C ട്രിപ്പിൾ ബോണ്ട് Cക്ക് ഒരു 2260. ഇത് വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നില്ല കേട്ടോ. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അത് പോട്ടെ, ഇന്റേണൽ ടെർമിനൽ C ട്രിപ്പിൾ ബോണ്ട് C പോട്ടെ. ദെൻ എസ്റ്റർ CO വരുമ്പോൾ എസ്റ്റർ ഗ്രൂപ്പ്സിനാണ് COയ്ക്കകത്ത് ഏറ്റവും കൂടുതലായിട്ട്. CO എന്ന് പറയുമ്പോൾ നമുക്ക് എസ്റ്റേഴ്സിനകത്ത് വരും, ആൽഡിഹൈഡ്സിനകത്ത് വരും, കീറ്റോൺസിനകത്ത് വരും, കാർബോക്സിലിക് ആസിഡിനകത്ത് വരും അല്ലേ. ആ കൂട്ടത്തിൽ എസ്റ്റേഴ്സിന്റെ COയുടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നത്. ഒരു 1750 1740 റേഞ്ചിൽ വരും. ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1740 to 1720 റേഞ്ചിനകത്ത് വരും. കീറ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ 1700 to 1720 റേഞ്ചിൽ വരും. ദെൻ അമൈഡ് ആണെന്നുണ്ടെങ്കിൽ 1715 to 1650 റേഞ്ചിലോട്ട് അമൈഡുകളുടെ കേസിൽ പോകും. ദെൻ ആൽക്കീൻസ് ആണെന്നുണ്ടെങ്കിൽ 1675. അപ്പം ഞാൻ വെട്ടിയേക്കുന്ന സാധനങ്ങൾ നിങ്ങൾ അത്യാവശ്യം നോക്കണം. ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവുക. ആൽക്കഹോൾസിൻ്റെ എത്രയായിരിക്കും? ഒരു 3600 3400 3500 ആ റേഞ്ചിൽ പോകും. അതിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ആൽക്കഹോൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3600 to 3700 റേഞ്ചിനകത്ത് പോകും. ഇനി അല്ല ഹൈഡ്രജൻ ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3200 to 3500 റേഞ്ചിൽ വരും. അതുപോലെ തന്നെ അമീൻസ് ആണെന്നുണ്ടെങ്കിൽ 3300 to 3500 റേഞ്ചിൽ വരും. ദെൻ ടെർമിനൽ ആൽക്കൈൻസ് ആണെന്നുണ്ടെങ്കിൽ 3300 3200 റേഞ്ചിൽ വരും. ആരോമാറ്റിക് ആയിട്ടുള്ള CH ബെൻസീനകത്തൊക്കെയുള്ള CH ആണെന്നുണ്ടെങ്കിൽ 3080 ഒരു 3100-നകത്ത് 3000 to 3100-നകത്ത് വരും. പിന്നെ CO ഗ്രൂപ്പിന്റെ കേസിൽ എസ്റ്ററിനാണ് 1740 to 1750. ആൽഡിഹൈഡ് ആകുമ്പോൾ 1720 to 1740 റേഞ്ചിൽ വരും. കീറ്റോൺസ് ആകുമ്പോൾ ഒരു 1700 to 1720 റേഞ്ചിൽ വരും. ദെൻ അതുപോലെ അമൈഡുകളാകുമ്പോഴത്തേനും ഒരു 1715 to ഒരു 1650 ആ റേഞ്ചിലൊക്കെ പോകും. ദെൻ ആൽക്കീൻസിന്റെ നോക്കി വെച്ചേക്കാം, അതും ഒരു 1650 1670 ആ റേഞ്ചിൽ വരും കേട്ടോ. അപ്പം ഇത്രയും പേരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിന്റെ വാല്യൂ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ ഇവിടോട്ട് നോക്കിക്കേ, നമുക്ക് എന്താണ് വേവ് നമ്പർ ഓഫ് ദി സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഓഫ് ആൽക്കെയിൻസ്, ആൽക്കഹോൾസ്, ദെൻ കീറ്റോണ്, ആൽക്കൈൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നോക്കിക്കേ, നമുക്കറിയാം ആൽക്കഹോൾസിനാണ് ഏറ്റവും കൂടുതൽ 3600 റേഞ്ചിൽ വരുന്നത്. അപ്പം തന്നിട്ടുള്ളതിൽ ഏറ്റവും വലുത് 2-ൽ വേണം ഏറ്റവും വലുത് നിൽക്കാൻ. അപ്പം അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പിന്നുള്ളത് ആരാണ്? കീറ്റോൺസ്. കീറ്റോൺസിന്റെ കേസിൽ നോക്കിക്കേ, കീറ്റോൺസിന്റെ വാല്യൂ നമുക്കറിയാം ഒരു 1700 റേഞ്ചിൽ നിൽക്കുകയാണ് കീറ്റോൺസിൻ്റെത്. ഓക്കെ, കീറ്റോൺസിൻ്റെത്. പിന്നെ ആൽക്കെയിൻസ് നോക്കിക്കേ, ആൽക്കെയിനും ആൽക്കൈനൂടെ തമ്മിൽ നോക്കിക്കേ. ആൽക്കൈൻസിന്റെ കേസ് വരുമ്പോഴത്തേന് ഒരു 2000
ടെർമിനൽ ആൽക്കെയിൻസ് ആണെന്നുണ്ടെങ്കിൽ 3300 റേഞ്ചിൽ പോകുന്നുണ്ട് കേട്ടോ. ടെർമിനൽ ആൽക്കെയിൻസ് ആണെന്നുണ്ടെങ്കിൽ 3300 റേഞ്ചിൽ പോകുന്നുണ്ട്. ഇന്റേണൽ ആൽക്കെയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2200 റേഞ്ചിലും പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ ആൽക്കെയിൻസും ഉണ്ട്. ആൽക്കെയിൻസിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, ആൽക്കെയിൻസിന്റെ വാല്യൂ നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കുക, നമുക്ക് ആൽക്കൈൻസിന്റെ വാല്യൂ ഒരു 3300 റേഞ്ചിൽ പോകുന്നുണ്ട്. ആൽക്കഹോൾസിന്റെ ഒരു 3600 റേഞ്ചിൽ പോകുന്നുണ്ട്. കീറ്റോൺസിന്റെ ഒരു 1700 അല്ലെങ്കിൽ 1720 റേഞ്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വരുന്നത് ആൽക്കഹോൾ ആണ്. ദെൻ അതിനുശേഷം പിന്നെ വരുന്നത് ആർക്കാണ്? ആൽക്കെയിൻസിനാണ്. ഒരു 3100 ആ റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. ആൽക്കെയിൻസിന്റെ കേസിൽ ഒരു 3100, ആ ഒരു 3100 അല്ല, ഒരു 3400 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം പിന്നെ വരുന്ന ഏതാണ്? 3300 അല്ലെങ്കിൽ ഇന്റേണൽ ആണെന്നുണ്ടെങ്കിൽ 2700 റേഞ്ചിൽ ആരുടെ വരുന്നുണ്ട്? ആൽക്കൈൻസിന്റെ വരുന്നുണ്ട്. ദെൻ കീറ്റോൺസിനാണ് തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറവ്. അറിയാലോ, 1700 റേഞ്ചിൽ കീറ്റോൺസ് ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ഓർഡറിൽ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൽക്കഹോൾസ് ആയിരിക്കും എന്തായാലും ഏറ്റവും അപ്പർ പൊസിഷനിൽ വരിക. ദെൻ അതിനനുസരിച്ച് നമ്മുടെ CO ഗ്രൂപ്പുകൾ, കീറ്റോണ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ്, അതുപോലെ എസ്റ്റർ, അമൈഡ്സ്, അവരൊക്കെയാണ് ഏറ്റവും ലോവർ ലെവലിലോട്ട് പോകുന്നത്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഇപ്പോൾ ആൽക്കൈൻസിൻ്റെയും ആൽക്കീൻസിൻ്റെയും അറിയത്തില്ലെങ്കിൽ പോലും ഈ കീറ്റോൺസിൻ്റെ ആൽക്കഹോൾസിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഓർഡർ പ്രൊഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ആൽക്കീൻസും ടെർമിനൽ ആൽക്കീൻസ് അങ്ങനത്തെ ഒന്നും പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഓർത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ എങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ അതറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ നമുക്കൊന്ന് ഓർഡറൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ സാധാരണ ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കുക, 8ാമത്തെ ചോദ്യം. ഇത് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൗ മെനി സിഗ്നൽസ് ഡസ് ദ ആൽഡിഹൈഡ് CH3 thrice CH2 CHO ഹാവ് ഇൻ H1 NMR ആൻഡ് C13 NMR? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്പീഷീസ് തന്നിട്ടുണ്ട്, ഒരു ആൽഡിഹൈഡിക് സ്പീഷീസ് തന്നിട്ടുണ്ട്. അവരുടെ H1 NMRലും C13 NMRലും നമുക്ക് എത്ര പീക്കുകൾ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ മോളിക്യൂള് CH3 thrice CH2 CHO. അതായത് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? CH3 thrice ആയി, CH2 CHO. ഇതാണ് നമ്മുടെ സ്പീഷീസ്. നമുക്ക് CH3 thrice, CH2 C ഡബിൾ ബോണ്ടോ H CHO. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പീഷീസ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ H1 NMRും എടുക്കുന്നുണ്ട്, C13 NMRും എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലും എത്ര പീക്സ് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ H1 NMRൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടേ? H1 NMRൽ നമ്മൾ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ടെന്ന് നോക്കണം. ആൻഡ് C13 NMRൽ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബൺ ഉണ്ട് എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് H1 NMRൻ്റെയും C13 NMRൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്കുകളുടെ എണ്ണം കിട്ടും. ആദ്യം നമുക്ക് H1 NMRൻ്റെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനെ പോലുള്ള ഹൈഡ്രജൻ തന്നെയാണ് ഇത്, അതിനെപ്പോലുള്ള ഹൈഡ്രജൻ തന്നെയാണ് ഇതും. അപ്പോൾ ഈ 3 ഹൈഡ്രജൻസും CH3 ഗ്രൂപ്പ്സിനകത്തുള്ള ഹൈഡ്രജൻസും ഐഡന്റിക്കലാണ്. സോ 3 പേരും നമുക്ക് ഒറ്റ പീക്ക് മാത്രമേ തരുള്ളൂ. അപ്പോൾ ഈ 3 ഹൈഡ്രജൻസിനെയും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു പീക്ക് കിട്ടും. ദെൻ ഈ ഹൈഡ്രജൻ വ്യത്യസ്ത തരത്തിലുള്ള ഹൈഡ്രജൻ ആണ് അല്ലേ, CH2 ആയിട്ട് നിൽക്കുന്ന ഹൈഡ്രജൻ. അപ്പോൾ അതൊരു പീക്ക് കിട്ടി. ഇത് ആൽഡിഹൈഡിലുള്ള ഹൈഡ്രജൻ ആണ്, അയാൾ അടുത്ത പീക്ക് കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഹൈഡ്രജൻ H1 NMRനകത്ത് നമുക്ക് ടോട്ടലി എത്ര സിഗ്നൽസ് കിട്ടി? ഈ 3 ഹൈഡ്രജൻസ് ഒരുപോലെയാണ്, അതിന് 3നും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക്, ഇയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം, ഇയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം. അപ്പോൾ H1 NMRൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 സിഗ്നൽസ് കിട്ടി. ഇനി ആരുടെ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കണോ? അടുത്ത നമുക്ക് C13 NMR. എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബൺസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർബണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള C13 NMRൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നലുകൾ കിട്ടും. നോക്കിക്കേ, ഈ കാർബണും ഒരുപോലത്തെ ഐഡന്റിക്കൽ ആയിട്ടുള്ള കാർബണാണ്. സോ ആ 3 കാർബൺസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒറ്റ സിംഗിൾ പീക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് അടുത്ത വ്യത്യസ്ത തരത്തിലുള്ള കാർബൺ ആണല്ലോ.
2. അടുത്ത ഇത് നോക്ക്, ഇത് വീണ്ടും CH2 അറ്റാച്ച് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു കാർബൺ. ഇത് നോക്കിക്കേ, ആൽഡിഹൈഡിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു കാർബൺ. അപ്പം മൊത്തത്തിൽ എത്ര ടൈപ്പ് ഓഫ് കാർബൺസ് ഉണ്ട്? 4 കാർബൺസ്. അപ്പം കാർബൺ C13 NMRന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര പീക്കുകൾ നമുക്ക് കിട്ടും? 4. ഓക്കെ, അപ്പം ഈ ഒരു മോളിക്യൂളിന് H1 NMRൽ നമുക്ക് 3 സിഗ്നൽസും കിട്ടും, C13 NMRൽ നമുക്ക് 4 സിഗ്നൽസും കിട്ടും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, 3 H1 സിഗ്നൽസ് ആൻഡ് 4 C13 സിഗ്നൽസ്. ഓക്കെ, ഈസി അല്ലായിരുന്നോ? ഇനി അടുത്ത 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വലന്റ് ടു 1 ppm? തന്നിട്ടുള്ളതിൽ 1 ppmന് ഈക്വലന്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. 1 μg per liter, 1 mg per liter, 1 ng per liter and 1 g per liter. ഇതിലേതാണ് ppmന് ഈക്വലന്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 1 ppmന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു 2-3 യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കിക്കേ, എന്താ? 1 മില്ലിഗ്രാം. എം ജിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മില്ലിഗ്രാം പെർ കിലോഗ്രാമിനാണ് ഒരു ppm ഈക്വലന്റ് ആയിട്ടുള്ളത്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 1 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത് ആണോ? അല്ല, 1 ppm ഈസ് ഈക്വലന്റ് ടു 1 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. ഏതാ? ഓപ്ഷൻ ബി തെറ്റാണ്. അടുത്ത നോക്കിക്കേ, ഒരു ppm എന്ന് പറഞ്ഞാൽ 1 മില്ലിഗ്രാം പെർ ലിറ്ററിന് ഈക്വലന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. 1 മില്ലിഗ്രാം പെർ ലിറ്ററിന് ഈക്വലന്റ് ആണ് 1 ppm. ദെൻ 1 μg പെർ ഗ്രാമിനാണ്, 1 മൈക്രോഗ്രാം പെർ ഗ്രാമിനാണ് ഈക്വലന്റ്. നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? 1 മൈക്രോഗ്രാം പെർ ലിറ്റർ എന്നാണ് അല്ലേ? അപ്പോൾ അതെല്ലാം റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഒരു ppmന് ഈക്വലന്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി, 1 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ ക്യാരിയർ ഗ്യാസ് ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി? നമ്മുടെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, നമ്മുടെ ക്രോമാറ്റോഗ്രഫിക് ടെക്നിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദ്യം എല്ലാ പ്രാവശ്യം കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ക്യാരിയർ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ നമ്മൾ ക്യാരിയർ ഗ്യാസ് ആയിട്ട് തന്നിട്ടുള്ളതിൽ ആരെ യൂസ് ചെയ്യും എന്നാണ് ചോദ്യം. ഹീലിയത്തിനെയാണോ, നൈട്രജനെയാണോ, ആർഗണിനെയാണോ, അതോ ഓൾ ഓഫ് ദീസ്? ഈ തന്നിട്ടുള്ളതിൽ എല്ലാവരെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തറിയണം? ക്യാരിയർ ഗ്യാസ് എന്താണ് എന്നുള്ളത് അറിയണം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള ആളുകളെയാണ് നമുക്ക് ക്യാരിയർ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അറിയണം. ആരെയൊക്കെ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നും അറിയണം. അപ്പോൾ നോക്കിക്കേ, ക്യാരിയർ ഗ്യാസസ് ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ആർ ഇനേർട്ട് ഗ്യാസസ് ദാറ്റ് ഹെൽപ്പ് ട്രാൻസ്പോർട്ട് ദ അനലൈറ്റ് ത്രൂ ദി കോളം. അപ്പം ക്യാരിയർ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആരാണ്? ഇനേർട്ട് ഗ്യാസസ് ആണ്. നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസസ് ആണ് ആര്? ക്യാരിയർ ഗ്യാസ് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് ദ അനലൈറ്റ് ത്രൂ ദി കോളം. കോളത്തിനകത്തൂടെ അനലൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ള ജോലിയാണ് ക്യാരിയർ ഗ്യാസ് അല്ലേ? ക്യാരിയർ ആണ് അവരുടെ ജോലി, ക്യാരിയിങ് ആണ് അവരുടെ ജോലി. അപ്പം എന്താണ്? ആരെയാണ് ക്യാരി ചെയ്യുന്നത്? അനലൈറ്റ് ത്രൂ ദ കോളം. കോളത്തിലൂടെ അനലൈറ്റിനെ ക്യാരി ചെയ്യുന്ന ജോലിയാണ് ഈ ക്യാരിയർ ഗ്യാസസിനുള്ളത്. അത് ആരാണ്? യൂഷ്വലി ഇനേർട്ട് ഗ്യാസസ് ആണ് ക്യാരിയർ ഗ്യാസസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. നോക്കിക്കേ, ഹീലിയം ഈസ് ആൻ ഇനേർട്ട് ഗ്യാസ് കോമൺലി യൂസ്ഡ് ആസ് എ ക്യാരിയർ ഗ്യാസ് ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് എന്ന് പറയുന്നത്, ഒരു ക്യാരിയർ ഗ്യാസ് എന്ന് പറയുന്നത് ഹീലിയമാണ് കേട്ടോ. ഹീലിയമാണ് നമ്മൾ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാരിയർ ഗ്യാസ് എന്ന് പറയുന്നത്. ആൻഡ് ഹീലിയം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് സേഫർ ദാൻ ബട്ട് കമ്പാരബിൾ ടു ഹൈഡ്രജൻ ഇൻ എഫിഷ്യൻസി, ഹാസ് എ ലാർജർ റേഞ്ച് ഓഫ് ഫ്ലോ റേറ്റ്സ് ആൻഡ് കോമ്പാക്റ്റബിൾ വിത്ത് മെനി ഡിറ്റക്ടേഴ്സ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഹീലിയത്തിനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് പലയിടങ്ങളിലും ഉപയോഗിക്കാനുള്ള റീസൺസ്? ഒന്ന്, സേഫറാണ്. മറ്റ് ഇനേർട്ട് ഗ്യാസസിനെ എല്ലാം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ സേഫർ വേർഷനാണ് ഹീലിയം എന്ന് പറയുന്നത്. 2, എഫിഷ്യൻസി ഉണ്ട്, അത്യാവശ്യം എഫിഷ്യൻസി ഉള്ള ഒരാളാണ് ഹീലിയം എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലോ റേറ്റ്, അത്യാവശ്യം നല്ല രീതിയിൽ. ക്യാരിയർ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇവരെ അനലൈറ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം, ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്ലോ റേറ്റ് ഉള്ള ആളാണ് ആര്? ഹീലിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ കൊണ്ടിട്ട് നമ്മൾ ഹീലിയത്തിനെ ക്യാരിയർ ഗ്യാസ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള മറ്റൊരു റീസൺ. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് കോമ്പാക്റ്റബിൾ വിത്ത് മെനി ഡിറ്റക്ടേഴ്സ്. നമുക്ക് ചില ഗ്യാസസിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ഡിറ്റക്ടേഴ്സുമായിട്ട് അവർ കയറി ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല. പക്ഷേ ഇവർ ഡിറ്റക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഇൻ്റർഫിയർ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഇഫക്റ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ഈ പറയുന്ന പല ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹീലിയത്തിനെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അപ്പാർട്ട് ഫ്രം ഹീലിയം നോക്കിക്കേ,
nitrogen, argon and hydrogen are also used depending upon the desired performance and detector being used. അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ ഹീലിയാണ് മോർ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൂടുതൽ കണ്ടീഷൻസിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനുപരി നമ്മൾ ആർഗൺ യൂസ് ചെയ്യാറുണ്ട്, നൈട്രജൻ യൂസ് ചെയ്യാറുണ്ട്, റെയർ കണ്ടീഷൻസിൽ ഹൈഡ്രജനെയും നമ്മളിവിടെ കാരിയർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടർ ഏത് ടൈപ്പാണ്, അതിന് യോജിച്ച തരത്തിലുള്ള കാരിയർ ഗ്യാസിനെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു റിയാക്ഷൻ മീഡിയം കണ്ടീഷൻസ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇനേർട്ട് ഗ്യാസിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞത് പ്രകാരം ഹീലിയാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് ആരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നൈട്രജനെ, ആർഗണിനെ, ഹൈഡ്രജനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിലുള്ള എല്ലാവരെയും നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആയിട്ട് ക്രൊമാറ്റോഗ്രഫിയിൽ, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. ദി മൊബൈൽ ഫേസ് സോൾവെന്റ് ബ്ലെൻഡ് used to perform the liquid chromatography maintains the same ratio of non-polar and polar solvents throughout the chromatography is called dash elution. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് എല്യൂഷന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്? Mobile phase solvent blend used to perform the liquid chromatography maintains the same ratio of non-polar and polar solvents throughout the chromatography. Throughout the chromatography, non-polar and polar solvents ന്റെ ratio സെയിം ആയിട്ട് നിലനിർത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു എല്യൂഷനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേഡിയന്റ് ആണോ, ഐസോക്രാറ്റിക് ആണോ, ഐസോഓസ്മോട്ടിക് ആണോ, അഡയബറ്റിക് ആണോ? നോക്കിക്കേ, ഇവിടെ ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ മൊബൈൽ കോമ്പോസിഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി എല്യൂഷൻ പ്രോസസ്. അപ്പോൾ ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ കോമ്പോസിഷൻ ഓഫ് ദി മൊബൈൽ ഫേസിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി എല്യൂഷൻ പ്രോസസ്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു എല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐസോക്രാറ്റിക് എല്യൂഷൻ. എല്യൂഷൻ നടക്കുമ്പോൾ ത്രൂ ഔട്ട് ദി ടൈം ആ മൊബൈൽ ഫേസിന്റെ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്യൂഷനെയാണ് ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രേഡിയന്റ് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ കോമ്പോസിഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് ഇസ് ഇൻക്രീസ്ഡ് ഗ്രാജുവലി ഡ്യൂറിംഗ് ദി എല്യൂഷൻ പ്രോസസ്. എല്യൂഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താണ്, ഈ കോമ്പോസിഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് ഗ്രാജുവലി കൂടി വരികയാണ്. മറ്റേടത്ത് എന്തായിരുന്നു, കോമ്പോസിഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരുന്നതാണ് ഐസോക്രാറ്റിക്കിൽ. ഗ്രേഡിയന്റ് എല്യൂഷൻ വരുമ്പോഴത്തേന് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് കീപ്സ് ഓൺ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് ദി മൊബൈൽ ഫേസ് ചേഞ്ചസ് പീരിയോഡിക്കലി. മൊബൈൽ ഫേസിന്റെ കോമ്പോസിഷൻ പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് എല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മൊബൈൽ ഫേസിന്റെ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു, ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് വിളിച്ചു. ഇനി എന്താണ്, ഇവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയന്റ് എല്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി സ്റ്റെപ്പ് എല്യൂഷനിൽ പീരിയോഡിക്കലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നോക്കിക്കുക, എന്തായിരുന്നു ചോദിച്ചത്? പെർഫോം ദ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി മെയിൻറ്റെയിൻസ് ദ സെയിം റേഷ്യോ ഓഫ് നോൺ പോളാർ ആൻഡ് പോളാർ സോൾവൻസ്. സെയിം റേഷ്യോ ആണ്, അല്ലെങ്കിൽ സെയിം കോമ്പോസിഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം കോമ്പോസിഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള എല്യൂഷനെ എന്താ വിളിച്ചത്? ഐസോക്രാറ്റിക്. ഇപ്പം ചോദ്യത്തിനകത്ത് ചോദിച്ചിരുന്നത് ഇഫ് കീപ്സ് ഓൺ ഇൻക്രീസിങ് ദ റേഷ്യോ റിമൈൻസ് കീപ്സ് ഓൺ ഇൻക്രീസിങ് എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഗ്രേഡിയന്റ് എല്യൂഷൻ വന്നേനെ കേട്ടോ. ഇവിടെ സെയിം റേഷ്യോയാണ്, റേഷ്യോയിൽ വ്യത്യാസമൊന്നുമില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നത് കൊണ്ട് തന്നെ ആൻസർ എന്ത് വരുന്നു? ഐസോക്രാറ്റിക് എല്യൂഷൻ എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.